പായിപ്പാട് നമുക്കൊരു കേർത്താമസമുണ്ട്. അതിന് വേണ്ടിയിട്ട് പോവാണ്. അമ്മച്ചിയെ കൊണ്ട് കല്ലൂപ്പാറ വിട്ടിട്ട് വേണം നമുക്ക് പായിപ്പാടോട്ട് പോകാൻ. പൊതുവെ ഇങ്ങനെ രാവിലെയുള്ള യാത്രയിലൊക്കെ പൊന്നൂസ് വാള് വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നടുക്കൂന്ന് ഞങ്ങൾ അറ്റത്തോട്ട് മാറിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പൊന്നൂസ് വാളെടുത്ത് വീശി കേട്ടോ. വീശലൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ദേ നമ്മൾ കല്ലൂപ്പാറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അമ്മയുടെ വീട്. അവിടെ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അങ്കിൾ വന്നു. അമ്മച്ചി അവിടെ അങ്കിളിനെ അങ്ങ് ഏൽപ്പിച്ചു. പിന്നെ നമ്മുടെ പൊന്നൂസ് വാള് വെച്ച് ആകെ ക്ഷീണിച്ചിരിക്കുവായിരുന്നല്ലോ. അങ്ങനെ പൊന്നൂസിനെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ കേറിത്താമസം നടക്കുന്നിടത്തോട്ടുള്ള യാത്ര ആരംഭിച്ചു. പകുതി വഴിയിൽ അപ്പൂസിനെയും ലിജിമോളെയും അമ്മയും കൂടെ ഇറക്കിയിട്ട് ഞാനും കുഞ്ഞും മോനിച്ചേട്ടനും കൂടെ ചേച്ചിയെയും കുഞ്ഞിനെയും അമ്മയും കൂടെ വിളിക്കാൻ പോയി. അപ്പോഴത്തേനും ഉപ്പാപ്പനും ആന്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ തപ്പി പിടിച്ച് കേറിത്താമസം നടക്കുന്ന വീട്ടിലെത്തി. ഈ വീട് ആരുടെയാണെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ പപ്പായുടെ പെങ്ങടെ വീടാണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേന് പ്രാർത്ഥനയൊക്കെ നടക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പന്തലിലോട്ട് കയറാതെ നേരെ വീടിനകത്തോട്ട് കയറി എല്ലാം ഒന്ന് ചുറ്റി കണ്ടു. ആളൊഴിഞ്ഞൊരു റൂമിലോട്ട് കയറി അങ്ങിരുന്നു. കഴിക്കുന്നിടത്ത് ആള് കുറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കഴിക്കാൻ കയറിയിരുന്നു. അവിടെ കഴിക്കാനായിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു, ചോറും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ബിരിയാണി വാങ്ങി. നമ്മുടെ പൊന്നൂസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പുള്ളിക്കാരി ചോറിന്റെ ആളാ. ചിക്കുമ്മ പിന്നെ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പിലാണ് കേട്ടോ ഉപ്പാപ്പനും ലിജിമോളും അപ്പൂസും ചേച്ചിയും കൂടി ഇരുന്നു. അപ്പോഴത്തേന് വയറൊക്കെ നിറഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുന്ന ചേച്ചി അനിയത്തിയും കൂടെ അവരുടേതായ ലോകത്തിലോട്ട് അങ്ങ് പോയി. ചേച്ചി അനിയത്തിയും കൂടെ ആ പന്തലാകെ ഇളക്കി അങ്ങ് മറിച്ചു. അവിടെ കിടന്ന് പാട്ടും കേട്ട് തുള്ളലോട് തുള്ളൽ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നേരെ ചിക്കുമ്മയുടെ വീട്ടിലെത്തി കേട്ടോ. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. പൊന്നൂസിനെ ഒന്ന് കുളിപ്പിച്ചു. പക്ഷെ വണ്ടിക്കകത്തായിരുന്നു ഉടുപ്പ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പാമ്പേഴ്സി വന്ന് നടുറോടി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ചേച്ചിയോടും ചിക്കുമ്മയോടും യാത്ര പറഞ്ഞ് നേരെ വീട്ടിലോട്ട് ഇങ്ങി പോകുന്നു.